ഇന്നിത് ആളുകൾ യാതൊരു മടിയുമില്ലാതെ, ഒരു ശ്രദ്ധയുമില്ലാതെ, ഒരു നിയന്ത്രണവുമില്ലാതെ, പേടിയില്ലാതെ ജനങ്ങളോട് കടം വാങ്ങുകയാണ്. എന്നാണ് അവൻ്റെ ഉദ്ദേശം? ഒരു പ്രയാസത്തിലകപ്പെട്ട്, രോഗത്തിലോ അല്ലെങ്കിൽ ഒഴിവാക്കാനാകാത്ത ബുദ്ധിമുട്ടിലോ അകപ്പെട്ട് കടം വാങ്ങുന്നവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. കടം വാങ്ങുക എന്നത് അതിൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ വിധി എന്താണ്? അനുവദനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടം വാങ്ങുകയും കടം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അനുവദനീയമാണ്. പക്ഷേ സഹോദരങ്ങൾ, അതിന് നിയന്ത്രണം വേണ്ടതുണ്ട്, അതീവ ശ്രദ്ധ വേണ്ടതുണ്ട്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കടം വാങ്ങുക, അതൊരു ശീലമാക്കുക. ഒരുവനോട് വാങ്ങി അവധി പറയുക, അവൻ്റെ അവധി എത്തിയാൽ വേറൊരുവനോട് വാങ്ങി ഇവന് കൊടുക്കുക, ഇവൻ്റെ അവധി എത്തിയാൽ മറ്റൊരുവനോട്, ഇങ്ങനെ ആളുകളുടെ സമ്പത്ത് കൊണ്ട് കളിക്കുക. ഇത് പ്രിയമുള്ളവരെ നമുക്ക് അനുവദനീയമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് കാവൽ തേടിയിട്ടില്ലേ കടബാധ്യതയിൽ അകപ്പെട്ടു പോകുന്നതിൽ നിന്ന്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു തഅവൂദ മിനൽ മഗ്റമി വൽ മഅസം. അല്ലാഹുവിൻ്റെ റസൂൽ കടബാധ്യതയിൽ നിന്നും പാപഭാരത്തിൽ നിന്നും അല്ലാഹുവിനോട് കാവൽ തേടിയിരുന്നു. നോക്കൂ, തിന്മകളുടെ ഭാരം ഒരുവന്റെ മുതുകിൽ വന്നു ചേരുക, അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതോടൊപ്പം കടബാധ്യതയിൽ അകപ്പെട്ടു പോകുന്നതിൽ നിന്ന് റബ്ബിനോട് കാവൽ തേടുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നക തുക്സിറു തഅവൂദ മിനൽ മഗ്റമി വൽ മഅസം. ഓ നബിയെ, അങ്ങ് കടബാധ്യതയിൽ നിന്നും പാപങ്ങളിൽ നിന്നും ധാരാളമായി അള്ളാഹുവിനോട് കാവൽ തേടുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ഇദാ ഗരിം ഹദ്ദസ ഫകദബ് വവഅദ ഫഅഖ്ലഫ്. ഒരു മനുഷ്യൻ കടബാധ്യതയിൽ അകപ്പെട്ടാൽ അവൻ കളവ് പറയാൻ തുടങ്ങും, അവൻ വാഗ്ദാനങ്ങൾ ലംഘിക്കാൻ തുടങ്ങും, കളവ് പറയും. ഞാൻ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തുണ്ടാകും എന്ന് വാഗ്ദാനം പറയും, അവിടെ എത്തുകയില്ല. സമയം പറയും, കൊടുക്കുകയില്ല. വീട്ടിൽ തന്നെ ഉണ്ടാകും, എന്നാൽ കടം തിരിച്ചു കൊടുക്കാനുള്ള വിളിച്ചാൽ വേറെ സ്ഥലത്താണുള്ളതെന്ന് പറയും. ഇങ്ങനെ ആളുകളോട് കളവ് പറയുന്ന സ്ഥിതിയിലേക്ക് ഒരുവരെത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് കാവൽ തേടുകയാണ് കടബാധ്യതയിൽ അകപ്പെട്ടു പോകുന്നതിൽ നിന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഅ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖ്തുബു അലൽ മിൻബർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻബറിന് മുകളിൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, അറഅയ്ത, ഓ നബിയെ, ഇൻ ഖാതൽതു ഫീ സബീലില്ലാഹി സാബിറൻ മുഹ്തസിബൻ മുഖ്ബിലൻ ഗൈറ മുദ്ബിരിൻ അയുകഫിറുല്ലാഹു അന്നി സയ്യിആതി. നബി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമയോടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പിന്തിരിഞ്ഞോടാതെ പോരാടുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്യുകയും ചെയ്താൽ അള്ളാഹു എനിക്ക് എൻ്റെ തിന്മകൾ പുറത്തു നൽകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. ثم سكت ساعة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പസമയം മിണ്ടാതിരുന്നു. എന്നിട്ട് ചോദിച്ചു, ഐന സായിലു ആനിഫ. ഇപ്പോൾ ആ ചോദ്യം ചോദിച്ച ആളെവിടെ? അദ്ദേഹം പറഞ്ഞു, ഹാ അനദ, ഞാനിവിടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഖുൽത, നീ എന്താണ് ചോദിച്ചത്? അദ്ദേഹം ചോദ്യം ആവർത്തിച്ചു, നബി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിന്തിരിഞ്ഞോടാതെ ക്ഷമയോടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പോരാടിയാൽ, യുദ്ധം ചെയ്താൽ അള്ളാഹുവിൻ്റെ പാപങ്ങൾ പുറത്തു നൽകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തവണ എന്താണ് മറുപടി പറയുന്നത്? നഅം ഇല്ല ദൈൻ, അതെ, പക്ഷെ കടബാധ്യത ഒഴികെ. സാറനി ബിഹി ജിബ്രീലു ആനിഫ. ജിബ്രീൽ ഇപ്പോൾ വന്ന് എനിക്കിത് പറഞ്ഞു തന്നു, ഇതുകൂടി പറയാൻ, കടബാധ്യത ഒഴികെ. യാ സുബ്ഹാനല്ലാഹ്, എന്താണ് ഇന്ന് ഈ ഗൗരവപ്പെട്ട വിഷയത്തിൽ ആളുകളുടെ സ്ഥിതി? എന്താണ്? ജനങ്ങൾ അവൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മതിയാക്കുന്നില്ല. തൻ്റെ കച്ചവടം അവൻ ആരോടും യാചിക്കാതെ, ആരുടെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കാൻ ആ കച്ചവടം മതിയായ ഒരു കച്ചവടമാണ്, മതിയായ ജോലിയാണ്. പക്ഷേ ആളുകൾ മനക്കോട്ടകൾ കെട്ടുകയാണ്, വലിയ ആഗ്രഹങ്ങൾ, അവന് താങ്ങാത്ത മോഹങ്ങൾ വെച്ച് കെട്ടുകയാണ്. എന്നിട്ട് അതിനുവേണ്ടി ആളുകളോട് കയ്യും കണക്കുമില്ലാതെ കടം വാങ്ങുകയാണ്. അവസാനം എല്ലാം കൂടി പൊളിയും, വലിയ ബാധ്യത ചുമലിൽ വന്നു ചേരും. അതുകൊണ്ട് സഹോദര, തുടക്കം നീ ശ്രദ്ധിക്കുക. വാങ്ങുന്നതിന് മുൻപ് നീ ഒരു 100 വട്ടം ആലോചിക്കുക. ഇതിന് എൻ്റെ ഉള്ള സമാധാനം കളയുന്ന അവസ്ഥയിലേക്ക്, ഞാൻ കളവ് പറയുന്ന അവസ്ഥയിലേക്ക്, വാഗ്ദാനങ്ങൾ ലംഘിക്കേണ്ട അവസ്ഥയിലേക്ക്, ആളുകളുടെ മുന്നിൽ നിന്ദരാകുന്ന സ്ഥിതിയിലേക്ക് എന്നെത്തിക്കുമോ? അതല്ല എനിക്ക് നല്ലത് ഈ സമാധാനത്തിലുള്ള ഇപ്പോഴുള്ള ഈ ജീവിതമാണോ എന്ന് സഹോദരങ്ങളെ ആലോചിക്കുക. പലരും കയ്യിൽ പണമുണ്ടായാലും കൊടുക്കാനുള്ളവൻ വന്നാൽ കൊടുക്കുകയില്ല, നീട്ടിവെക്കും. എന്തിനു വേണ്ടിയാണ്? ഈ പണം കൊണ്ട് അവൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് ജനങ്ങളുടെ സ്വത്ത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കളിക്കുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്?
മത്ലുൽ ഗനിയ്യി ദുൽമുൻ, മത്ലുൽ ഗനിയ്യി ദുൽമുൻ. ഒരുവന് കൊടുക്കാൻ, തന്റെ കടബാധ്യത വീട്ടാൻ കയ്യിൽ പണമുണ്ടായിട്ട് ഒരുവൻ അത് കൊടുക്കാതിരുന്നാൽ ദുൽമുൻ, അത് അക്രമമാണ്, ദുൽമാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക.